ഒത്തുചേർന്ന് ബലിയർപ്പിക്കുവാനും അതുപോലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾ കാണിച്ച ഈ വലിയ സംവത്സരം നിങ്ങളുടെ ആ നല്ല സ്നേഹത്തിന് യേശുവിനെ നന്ദി പറയുന്നു. കുടുംബങ്ങളെ വളർത്തുക, സഭയെ പടുത്തുയർത്തുക, രാജ്യത്തെ രക്ഷിക്കുക, അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. Bring up your families, build up the church and save this country. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ദൗത്യം. Keep in your mind. Bring up your families, build up the church and save this country. ആ വലിയൊരു സന്ദേശം മാത്രമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം വേണ്ടത് നമ്മുടെ കുടുംബങ്ങളാണ്, കുടുംബ ബന്ധങ്ങൾ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്തോ ഒന്നാണ് കുടുംബ ജീവിതം. യാന്ത്രികമായി പോകുന്നു. ബാബുച്ചൻ ഇവിടെ വന്നിട്ട് 4 കൊല്ലം അല്ലേ, സജിയച്ചൻ 5 കൊല്ലമായിരുന്നു അല്ലേ. അദ്ദേഹം ഇവിടെ സിറ്റിസൺഷിപ്പിനുള്ള ആളായിക്കൊണ്ടിരിക്കുന്നു. ഈ പാവ പൈ വിളിച്ച് വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അവർക്ക് ഇവിടുത്തെ കേരളീയരുടെ, മലയാളികളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയാൻ പറ്റും. പക്ഷെ അവർക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരേടം ഇല്ലാത്തവനായിട്ട് കയറി വന്നപ്പോൾ മലയാളികളുടെ കൂടെ ജീവിക്കേണ്ടി വന്നു. അതിന്നും തുടരുന്നു. ഈ 6 മാസം കൊണ്ട് 10 വീട്ടിൽ താമസിച്ചു. മോശമില്ലല്ലോ ആളെന്നാണ് നിങ്ങൾ മനസ്സിൽ കൂടെ പോയ ചിന്താന്ന് എനിക്കറിയാം. സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി താമസിക്കാനായിട്ട് ഇടവന്നത്. യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിന്റെ ഭാഗമായിട്ടും വന്നു കയറിയപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കിട്ടാനുള്ള കാലതാമസവും എല്ലാം കൂടിയായിട്ട് എനിവേ 10ഓളം കുടുംബങ്ങളിലൂടെ പോയപ്പോൾ മലയാളിയുടെ കുടുംബ ജീവിതത്തിന്റെ, UK മലയാളിയുടെ കുടുംബ ജീവിതത്തിന്റെ താളം ഏത് വഴിക്കാണെന്ന് നേരിട്ട് കണ്ടു. ഒരു രാത്രി കിടന്നിട്ട് പോരുന്ന പോലെ അല്ലല്ലോ. 4-5 ദിവസം ആ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ, ഒരു വീട്ടിൽ 2 ആഴ്ച ആ കുടുംബത്തിന്റെ അംഗത്തെ പോലെ ഞാൻ അവിടെ താമസിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി ഇത് ഏത് വഴിക്കാ പോകുന്നതെന്നുള്ളത്. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. പല ഭാഗത്തായിട്ട് താമസിച്ചു. ലിവർപൂളിൽ താമസിച്ചു, മാഞ്ചസ്റ്ററിൽ താമസിച്ചു, ലണ്ടനിൽ താമസിച്ചു, സൗത്താംപ്ടണിൽ താമസിച്ചു, ബെൽഫാസ്റ്റിൽ താമസിച്ചു. ഇവിടെ എല്ലായിടത്തും മലയാളിയുടെ ടെൻഷൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ആണുങ്ങൾ പല ജോലികൾ ചെയ്യുന്നവർ, പെണ്ണുങ്ങളെല്ലാവരും ഒരേ ജോലിയായിരുന്നു, നേഴ്സുമാർ. പക്ഷെ ആണുങ്ങളൊക്കെ വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവര്. പക്ഷെ ഈ എല്ലാ ഭവനങ്ങളിലുമുള്ള ടെൻഷന്റെ ആ അവസ്ഥ കാര്യമായ വ്യത്യാസമൊന്നുമില്ലാത്ത. ഇവിടെ നഷ്ടപ്പെട്ടു പോയ എന്തോ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കുടുംബ ജീവിതത്തിന്റെ മഹത്വം. അതായത് ഒരു മെക്കാനിക്കൽ ലൈഫിലേക്ക് UK മലയാളികളൊക്കെ തരം താണുവോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. മെക്കാനിക്കൽ ലൈഫ്, അതായത് കുടുംബ ജീവിതത്തിന്റെ ആ സുഖവും സ്പന്ദനവും നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും ഞാൻ തന്നെയും 4-5 ദിവസം താമസിച്ചപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് എത്ര സമയം അവിടെ ഉണ്ട് എന്ന് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ചില വീട്ടിലുണ്ടായി. ഒരു നേരം ഭാര്യ ഭക്ഷണം തരും, അടുത്ത നേരം ഭർത്താവ് തരും. എനിവേ അച്ഛൻ്റെ കാര്യം കുശാല്. എങ്ങനെയായാലും നമുക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ദുഃഖമുണ്ടായി, അസ്വസ്ഥതയുണ്ടായി. കാരണം ഇവർക്ക് പരസ്പരം ഒന്ന് ഷെയർ ചെയ്യാനും പങ്കുവെക്കാനും ഇവരുടെ ജീവിതത്തിന്റെ ആ മഹത്വം ഒന്ന് ആസ്വദിക്കാൻ, കുടുംബ ജീവിതത്തിന്റെ ഇപ്പൊ ചെറുപ്പമാണ് മിക്കവാറും. ഞാൻ എല്ലാ വീട്ടിലെല്ലാവരും 38 വയസ്സ് താഴെ, 35 താഴെ പ്രായമുള്ളവര്. അപ്പോ അങ്ങനെയുള്ള യുവത്വ കാലഘട്ടത്തിൽ കുടുംബ ജീവിതത്തിന്റെ സുഖം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന ടെൻഷൻ പിടികൂടുന്നു. അപ്പോ ഫാമിലി റിലേഷൻസിൽ എവിടെയൊക്കെ ഒരു വിള്ളൽ വീഴുന്നില്ലേ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, ആ വിള്ളൽ ഒഴിവാക്കുന്ന കുടുംബ ജീവിത അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമേ കുടുംബങ്ങളെ വളർത്തൂ, സഭയെ പടുത്തുയർത്തൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നടപ്പിലാവുള്ളൂ. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം കുടുംബ ബന്ധങ്ങൾ ദൃഢതരമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറന്നുപോയേക്കരുത് ജീവിക്കാനായിട്ട്. വ്യഗ്രതകൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയേക്കരുത്. ഡ്യൂട്ടി നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ്, ഡേ ഡ്യൂട്ടിയും കഴിഞ്ഞ്, പിള്ളേരുടെ ഡ്യൂട്ടീസും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായാൽ, സ്നേഹമുള്ളവരെ, പിള്ളേരെ ഒന്ന് അറിവെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല കേട്ടോ. ഇന്ന് ജീവിക്കാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങൾ നാളെ ജീവിക്കാമെന്ന് ആരും വിചാരിച്ചേക്കരുത്.
ഇന്ന് നമ്മൾക്ക് തലമുടി നരയ്ക്കാത്തതാണെങ്കിൽ നാളെ നരച്ചതായിരിക്കും. ഇന്ന് പല്ല് കൊഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് പല്ല് കൊഴിഞ്ഞു പോകും. ആ അവസ്ഥയിൽ എങ്ങനെ ഇന്നത്തെ യുവത്വത്തെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും? യയാതികളാകാൻ നമ്മളെ കൊണ്ടാകില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിക്കാൻ മറക്കാതിരിക്കുക. ഈ കുടുംബ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് നമ്മുടെ ഇടതും വലതുമുള്ള സായിപ്പിനെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തണം. മൈൽസപ്പാപ്പൻ പറഞ്ഞ അതാണ്, ഐ റിയലി wonder how you people keep this relationship. I really wonder. അവർക്ക് അത്ഭുതം തോന്നണം. പക്ഷെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മളുടെ മെക്കാനിക്കൽ ലൈഫിന്റെ അവസ്ഥ അവരാരും അറിയുന്നില്ല കേട്ടോ. അതിപ്പോ എന്നെ പോലെ കൂടെ ജീവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയും, ആ മെക്കാനിക്കൽ ലൈഫിൽ നിന്നും യാഥാർത്ഥ്യങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒന്നാമത്തെ കാര്യം. അതിനാദ്യമേ വേണ്ട ഒരു നല്ല കാര്യം, ഞാൻ സാധാരണ പോകുന്നിടത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെയും ആവർത്തിക്കുന്നു, ജീവിത പങ്കാളിയെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുക. ഇപ്പോഴും ജീവിത പങ്കാളിയെ ഉള്ളാലെ സ്വീകരിക്കാത്ത പലരുമുണ്ട്. നിങ്ങളുടെയൊക്കെ സങ്കല്പത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു ജീവിത പങ്കാളിയെ കണ്ടുവച്ചിട്ടുണ്ടാവും. സങ്കല്പത്തിലെ ജീവിത പങ്കാളി, സങ്കല്പത്തിലെ ജീവിത പങ്കാളിയെ തന്നെയാണ് എനിക്ക് യാഥാർത്ഥ്യത്തിൽ കിട്ടിയതെന്ന് 100% ഉറപ്പുള്ള സഹോദരന്മാരൊന്ന് കൈവക്കാവോ? ഓ, ദൈവത്തിന് സ്തുതി. ഇവിടെ ഒരു 3-4 പേർക്ക് അങ്ങനെ കിട്ടി. 5-6 പേരുണ്ട്. അച്ഛാ സജീവ രക്ഷപ്പെട്ടു കേട്ടോ. എല്ലായിടത്തും പോയിട്ട് ചിലർ ഇങ്ങനെ ഒന്ന് കാണിക്കും. അതായത് ചില നേരത്ത് സങ്കല്പത്തിലെ, ചില നേരത്ത് യാഥാർത്ഥ്യത്തിലെ. സങ്കല്പത്തിലെ ജീവിത പങ്കാളിയെ കിട്ടി എന്ന് ബോധ്യമുള്ള സഹോദരിമാരെന്ന് കൈവക്കാവോ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആണുങ്ങൾ അത്രയും പൊക്കിയതല്ലേ എന്ന് ഓർത്തിട്ട് അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്നത് എങ്ങനെയാണെന്നുള്ള കൈതാത്തിക്കും. ഏതായാലും എണ്ണം കൂടുതൽ കണ്ടതിന് സന്തോഷമുണ്ട്. സങ്കല്പത്തിലെ ജീവിത പങ്കാളിയല്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളുടെ ജീവിത പങ്കാളിയാണ്. യാഥാർത്ഥ്യങ്ങളിലെ ജീവിത പങ്കാളിയെ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബ ജീവിതത്തിന്റെ മഹത്വം ആരംഭിക്കുന്നത്. ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ജീവിതത്തിൽ സ്വന്തമാക്കിയിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് വരിക, സങ്കല്പങ്ങൾ ഉപേക്ഷിക്കുക, എന്നിട്ട് സ്വന്തം ജീവിതത്തെ കൊച്ചുമക്കൾക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക. നന്ദി പറയുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഈ സംഘടനയിൽ ഉണ്ടാകട്ടെ. ഈ സംഘടന വഴിയായി ധാരാളം നന്മകളെ സഭാ സമൂഹത്തിന് വരും വർഷങ്ങളിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സംഘടനകൾ സഭയിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ കൂട്ടായ്മകൾ, കൂട്ടം ചേരല് സഭയ്ക്ക് ശക്തി പകരുന്നതാണ്. അതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതാവശ്യം. കൂട്ടായ്മകളിലൂടെയാണ്, അല്ലെങ്കിൽ ആദിമ സഭാ സമൂഹം കൂട്ടായ്മകളിലൂടെയാണ് വളർന്ന് ഇന്ന് ആ ആദിമ സഭാ സമൂഹത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ് നാം എല്ലാം ആയിരിക്കുന്ന തിരുസഭ. അതുകൊണ്ട് തന്നെ കൂട്ടായ്മകൾ കൂടണം, ഒന്നാകണം. അത് പല രൂപത്തിലാകാം, പല വേഷങ്ങളിലാകാം, ഏതുമാകട്ടെ. ഉദ്ദേശശുദ്ധിയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നല്ലതെങ്കിൽ, പ്രവർത്തന രീതികളും പ്രവർത്തനങ്ങളും ഉദ്ദേശശുദ്ധിയും നല്ലതെങ്കിൽ തീർച്ചയായും നമ്മുടെ ദൈവം, ആദിമസഭയെ വളർത്തിയ സഭ അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അയൽവാസികൾ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം, ഈ 3 കാര്യങ്ങളിലും കർത്താവായ ദൈവം എപ്പോഴും സംപ്രീതനാണെന്ന് പ്രഭാഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു ആ 3 ഇവിടെയുണ്ട്. സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വലിയ യോജിപ്പ്, അത് ഖാമിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.